സാർ നമസ്കാരം. നമസ്കാരം. ഈ അടുത്ത കാലത്ത് കേരളം ചർച്ച ചെയ്ത ഏറ്റവും വലിയ ഒരു വിഷയമായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ 2018 കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് ശബരിമലയിൽ ഏറ്റവും വലിയ സ്വർണ്ണക്കൊള്ളക്കടത്ത് നടന്നത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ആളുകളിൽ നിന്നും കേരളം കണ്ടറിഞ്ഞത്. ശബരിമലയിലെ ശ്രീകോവിലിന് ഇരുവശത്തും സ്ഥിതി ചെയ്യുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി, അതുപോലെ ശബരിമലയിലെ ഉമ്മറ കട്ടിള, ഉമ്മറ വാതില് ഇവയെല്ലാം ഇളക്കിക്കൊണ്ടുപോയി അതിലെ സ്വർണം അടിച്ചു മാറ്റി എന്ന് വേണ്ട ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം അടിച്ചു മാറ്റി ഭഗവാന്റെ യോഗദണ്ഡ രുദ്രാക്ഷമാലയും അടക്കം സ്വർണ്ണ കൊള്ളക്കാർക്ക് കാശുണ്ടാക്കാനുള്ള മാർഗമായി മാറുന്ന കാഴ്ച നാം കാണുകയുണ്ടായി. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണകാലത്ത് രൂപീകരിച്ച SITയുടെ അന്വേഷണത്തിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടവരാകട്ടെ CPMന്റെ സമുന്നതരായ നേതാക്കളും CPMന്റെ പ്രവർത്തകരും CPMന്റെ ദേവസ്വം ഉദ്യോഗസ്ഥരും തന്നെയായിരുന്നു എന്നുള്ളത് വളരെ കൗതുകരമായി തോന്നി. കേരളം വളരെ ഗൗരവതരമായി കണക്കിലെടുത്ത കാര്യം കൂടിയാണ്. എന്നാൽ ഇവരെല്ലാം SIT അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജയിലിലടയ്ക്കുകയും ചെയ്തു, റിമാൻഡ് ചെയ്യുകയും ചെയ്തു. സ്വാഭാവികമായും 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രതികളെന്ന് ആരോപിക്കപ്പെട്ട് അറസ്റ്റ് ചെയ്ത് അകത്ത് കിടക്കുന്ന ആളുകൾക്ക് ജാമ്യം കൊടുക്കാൻ കോടതി, ഇന്ത്യയിലെ നിയമം അതിന് ബാധ്യസ്ഥമാണ്. അവർ അങ്ങനെ നിയമം കിട്ടി പുറത്തിറങ്ങുകയും ചെയ്തു. മുഖ്യമന്ത്രിയായി നാട് 10 വർഷം ഭരിച്ചിരുന്ന പിണറായി വിജയന്റെ ഭരണം മാറി വീണ്ടും പുതിയ മുഖ്യമന്ത്രിയായി VD സതീശന്റെ നേതൃത്വത്തിൽ ഭരണം വരികയും ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഈ കഴിഞ്ഞ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിഷയം തന്നെയായിരുന്നു. ഒരുപക്ഷെ മുഖ്യമന്ത്രിയായി VD സതീശന് ആ കസേരയിൽ ഇരിക്കാനും UDFന് അധികാരം കിട്ടാനും എല്ലാം ശബരിമല സ്വർണ്ണക്കൊള്ള വലിയൊരു വിഷയമായി ഭക്തരുടെ വികാരം പിണറായി വിജയനും ഇടതുപക്ഷത്തിനുമെതിരെ തിരിയുന്നതും നാം കണ്ടു. കേരളത്തിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് UDF അധികാരത്തിൽ വന്നത്. അതിലൊരു കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ്. പിണറായി വിജയന്റെ സർക്കാർ ഹിന്ദു വിശ്വാസികളോട്, അയ്യപ്പ വിശ്വാസികളോട് കാണിച്ച നെറുകേടുകൾക്ക് കൃത്യമായി അവർ ബാലറ്റിലൂടെ മറുപടി നൽകിയത് തന്നെയാണ്. ഇവിടെ സാധാരണക്കാരായ ജനങ്ങളും, അതായത് നീതി നാട്ടിൽ നടപ്പാകണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളും അയ്യപ്പ വിശ്വാസികളുമെല്ലാം കൂടെ ഒരു കാര്യം പറയുന്നുണ്ട്. പുതിയ സർക്കാർ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏതറ്റം വരെ മുന്നോട്ട് പോകും, എന്തെല്ലാം തീരുമാനങ്ങൾ ഉണ്ടാകും, യഥാർത്ഥത്തിൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി അന്യ സംസ്ഥാനത്ത് വിറ്റഴിക്കപ്പെട്ടു എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവായ VD സതീശൻ പറഞ്ഞത്. അന്യദേശത്ത് ഒരു വലിയ വ്യവസായിക്കാണ് ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിറ്റിരിക്കുന്നത് എന്നാണ് അദ്ദേഹം നിയമസഭയിലും അതിന് പുറത്തും പറഞ്ഞത്. അങ്ങനെയെങ്കിൽ വളരെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പഠിച്ച് രാഷ്ട്രീയ പ്രേരിതമായി മാത്രം കാര്യങ്ങൾ സംസാരിക്കാത്ത ആൾ എന്ന രീതിയിൽ അങ്ങനെ ഒരു പ്രതിച്ഛായയുള്ള VD സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി ഏത് വ്യാപാരിക്ക് എവിടെയാണ് വിറ്റത് എന്ന് കണ്ടെത്തുവാനും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുവാനും ബാധ്യസ്ഥൻ തന്നെയാണ്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി VD സതീശൻ അത്തരം ഒരു ഉദ്യമത്തിന് മുതിരേണ്ടതല്ലേ? അത് ചെയ്യേണ്ടതല്ലേ? മാതൃകാപരമായ രീതിയിൽ പെരുമാറേണ്ടതല്ലേ? ശബരിമല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുഖ്യമന്ത്രി VD സതീശനും വലിയൊരു അയ്യപ്പ ഭക്തൻ തന്നെയാണ്. തീർച്ചയായും അയ്യപ്പ വിശ്വാസികളുടെ മനസ്സിനേറ്റ മുറിവ് അത് ദൂരീകരിക്കുന്നതിന് വേണ്ടി ഒരു പ്രായശ്ചിത്തം എന്ന രീതിയിലെങ്കിലും മുഖ്യമന്ത്രിയായി ചുമതലയേറ്റപ്പോൾ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള കൃത്യമായി തന്നെ അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? നഷ്ടപ്പെട്ട സ്വർണം കണ്ടെടുക്കാനുള്ള ബാധ്യത പുതിയ മുഖ്യമന്ത്രിക്ക് ഇല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സതീശന് ധാർമ്മികമായ ബാധ്യതയുണ്ട്. അതുകൂടാതെ ഇന്നത്തെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ, പഴയ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ബാധ്യതയുണ്ട്. 3 ബാധ്യതയുണ്ട് അദ്ദേഹത്തിന്. ഈ ബാധ്യത സതീശൻ നിറവേറ്റുമോ ഇല്ലയോ എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും നാളെ പോയി ഇതെല്ലാം അന്വേഷിച്ച് തെളിവ് കൊണ്ടുവരാൻ പറ്റില്ല. ഈ അന്വേഷണ സംഘത്തെ നിയമിച്ചിട്ട് എന്താണ് ഏതെല്ലാം ലെവലിൽ അന്വേഷണം, അത് ജനങ്ങളോട് സംവദിക്കാൻ തയ്യാറാകുന്ന ഒരു സതീശിനെ നമുക്ക് ആവശ്യം. സർ, അവിടെ ഒരു കാര്യം കൂടിയുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം എപ്പോഴും പറഞ്ഞിരുന്നൊരു കാര്യമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും നിയമസഭയിലുമല്ല, ശബരിമലയിലെ ദ്വാരപാലക ശില്പ പാളികളിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം ഉണ്ടായിരുന്നത്. അതായത് നഷ്ടപ്പെട്ട സ്വർണത്തിൽ ഏറ്റവും കൂടുതൽ ഒരു അളവ് സ്വർണം അതിലായിരുന്നു, സ്വർണം ക്ലാഡറായിരുന്നു. ഈ സ്വർണ്ണപ്പാളി
എവിടെയാണ് വിറ്റത്, ഏത് വ്യവസായിക്കാണ്, ഏത് സംസ്ഥാനത്താണ് എന്നുള്ള കാര്യം കൃത്യമായി അന്ന് വി.ഡി. സതീശൻ പറയുമ്പോൾ ആളുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അന്യസംസ്ഥാനത്ത് ഒരു വൻ മുതലാളിക്ക് വിറ്റിരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും കൃത്യമായ സൂചനകൾ അതിൻ്റെ പുറകിലുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് പുതിയ കേസെടുത്ത് അന്വേഷിക്കുന്നതിന് കൂടുതൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉപകാരപ്രദമാകും. അതിൻ്റെ ഒരു ഉത്തരവാദിത്തം അദ്ദേഹം നിറവേറ്റേണ്ടത് തന്നെയല്ലേ? അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം അന്നത് രാഷ്ട്രീയ പ്രേരിതമായി പറഞ്ഞതാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കാനിടയില്ലേ? ആ കേസിൻ്റെ ഏറ്റവും വലിയ ദുരൂഹത എന്ന് പറയുന്നത്, ആ കേസിൽ ഏറ്റവും അഗ്രേവിഡായിട്ട് സജീവമായി രംഗത്ത് വരേണ്ട ഒരു കക്ഷി ഹിന്ദുക്കളെ പ്രതികരിക്കുന്നു എന്ന് പറയുന്നത് പരസ്യമായിട്ട് തന്നെ പറഞ്ഞു. RSSും വിശ്വഹിന്ദു പരിഷത്തൊക്കെ ആയിട്ട് നടക്കുന്ന പല പോഷകസംഘടനകളായിട്ട് നടക്കുന്ന BJPയുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പോഴും നമുക്കറിയാം, എങ്ങനെയാണ് നടക്കണമെന്നറിയാം. അതുപോലെ തന്നെ അതിനു മുമ്പ് സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ സ്വപ്നം പറഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞ ചർച്ച പറഞ്ഞു, ഈ അന്വേഷണം നടത്തി പകുതിയായി രേഖകളെല്ലാം കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസി സെക്രട്ടേറിയറ്റിലാണ് സൂക്ഷിക്കാൻ വെച്ചിട്ട് പോയത്. ഒന്നാലോചിച്ച് നോക്കണം, കള്ളനെ തന്നെ തൊണ്ടി മുതൽ സൂക്ഷിക്കാനായിട്ട് കൊടുക്കുന്ന കള്ളൻ്റെ കയ്യിൽ, അതായത് കേരളത്തിലെ ഗവൺമെൻറ് ആണെങ്കിൽ ചീഫ് മിനിസ്റ്ററുടെ ഓഫീസാണെങ്കിൽ അവരുടെ ഓഫീസിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ സ്വർണം രേഖകൾ കണ്ടെത്തിയ രേഖകൾ സൂക്ഷിക്കാൻ പോയത്. അവർ 1 മാസത്തേക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. ആ പീരീഡിൽ ഇതെന്ത് സംഭവിച്ചു? ഇത് മുഴുവൻ കത്തിപ്പോയി. ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രേഖകൾ കത്തിച്ച് കേസിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥിരം പഴുതുവാണ്. ഇപ്പോഴും ഇനിയും ശബരിമല കേസിൽ പിണറായിയെ രക്ഷിക്കാനാണ് ഇപ്പുറത്തുള്ള പ്രതിപക്ഷ BJPയും കോൺഗ്രസും ആഗ്രഹിക്കുന്നതെങ്കിൽ നാളെ പറയാൻ പോകുന്ന പല രേഖകളും നഷ്ടപ്പെട്ടിരിക്കുന്നു, എന്ത് ചെയ്യാൻ പറ്റും? അല്ല സ്വർണ്ണം ഉരുക്കിപ്പോയി, ഇങ്ങനെ ന്യായീകരണങ്ങൾ പറയാൻ ഇഷ്ടംപോലെ വാക്കുണ്ട്. പക്ഷേ സത്യം കണ്ടെത്താൻ അല്ലെ സത്യം അറിയാവുന്ന കുറേ ആൾക്കാരെങ്കിലും കോൺഗ്രസ്സിലുമുണ്ട്, BJPയിലുമുണ്ട്, CPMലുമുണ്ട്. ഇവർ മുമ്പോട്ട് വരികയില്ലേ? ഇവരെ മുമ്പോട്ട് വരുത്തി സത്യം കണ്ടെത്താനുള്ള ശ്രമം നടത്തുമോ? അങ്ങനെ ഈ പഴയ കേസുകൾ, ഗൗരവമുള്ള കേസുകൾ, ഓരോ സീറ്റും ഓരോ വാർഡിലെ പഞ്ചായത്ത് വാർഡിലെ പോലും ഓരോ സീറ്റും കോൺഗ്രസിനും UDFനും നേടിക്കൊടുത്ത ഒത്തിരി കേസുകളുണ്ട് ഇവിടെ. ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു വികാരം തന്നെയായിരുന്നു. അഥവാ പ്രധാന വിഷയങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള. അവിടെ വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൽ ഈ അയ്യപ്പ വിശ്വാസികൾ അർപ്പിച്ച ഒരു വിശ്വാസം അല്ലെങ്കിൽ വി.ഡി. സതീശനിൽ കണ്ട ഒരു പ്രത്യേകത, അന്ന് പല ആളുകളും തുറന്നു പറയാൻ മടി കാണിച്ചിരുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള വിവരം അദ്ദേഹം പറഞ്ഞത് ഈ സ്വർണ്ണപ്പാളികൾ എവിടെ വിറ്റിരിക്കുന്നു എന്നുള്ളതിൻ്റെ അങ്ങനെ ഒരു വിവരമാണ് പറഞ്ഞത്. അല്ലെങ്കിൽ വിദേശ മാർക്കറ്റുകളിൽ വിറ്റുപോയിട്ടുണ്ട്, അങ്ങനെ ആവാം ഇങ്ങനെ ആവാം എന്നൊന്നുമല്ല പറഞ്ഞത്. അന്യസംസ്ഥാനത്ത് വലിയൊരു കോടീശ്വരന്, വ്യവസായിയായ കോടീശ്വരന് വിറ്റിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അതിനെക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണത്തിലൂടെ ഒരു വിവരം കിട്ടിക്കാണണം എന്നാണ് ജനം പ്രതീക്ഷിച്ചിരുന്നത്. അത്തരത്തിലൊരു തുറന്നു പറച്ചിലുകൾ നടത്തിയ പ്രതിപക്ഷ നേതാവ് വീണ്ടും മുഖ്യമന്ത്രിയാകുമ്പോൾ അത് വിശ്വാസി കൂടിയായ, അയ്യപ്പ വിശ്വാസി കൂടിയായ, വർഷാവർഷം ശബരിമലയിൽ പോകുന്ന ഭക്തനായ ഒരു മുഖ്യമന്ത്രി അയ്യപ്പ വിശ്വാസികളുടെ വികാരത്തെ മാനിച്ചുകൊണ്ട് അതിൽ കൃത്യമായൊരു ഇടപെടലുകൾ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ജനം തെറ്റിദ്ധരിക്കാനും സാധ്യതയുണ്ട്. അത് വരുന്ന 2026 തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശൻ ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് മനഃപൂർവ്വം തെറ്റിദ്ധാരണാജനകമായ രീതിയിൽ സംസാരിച്ചതാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കാം. അപ്പോൾ അത്തരം ധാരണകൾക്ക് തിരുത്തി കുറിക്കേണ്ടത് ഇന്നത്തെ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ്റെ ബാധ്യതയാണ്, വലിയ ഉത്തരവാദിത്തമാണ്. മറിച്ച് തൻ്റെ വാക്കുകൾ ശരിയാണെന്ന് സ്ഥിരീകരിക്കുന്നതിലുപരിയായി അദ്ദേഹം നടത്തേണ്ടത് ശബരിമല പോലുള്ള വലിയൊരു വിശ്വാസ കേന്ദ്രത്തിൽ നിന്നും ഇതുപോലുള്ള വൻ കവർച്ച നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനി മേലിൽ അവിടെ നിന്നും അത്തരമൊരു സംഭവം നടക്കാതിരിക്കുവാൻ വേണ്ടി കൃത്യമായ രീതിയിൽ നിയമ നടപടി കൈക്കൊള്ളണം. മാതൃകാപരമായി അതിലാരൊക്കെയാണ് കുറ്റവാളികളായിട്ടുള്ളവരെ ശിക്ഷയ്ക്ക് വേണം. കാരണം ഇനി അത്തരത്തിലൊന്നും അവിടെ നടക്കാനും പാടില്ല. അവിടെ നിന്നല്ല, ഒരു ആരാധനാലയിലും അത് ആരുടേതാവട്ടെ, ക്രിസ്ത്യൻ്റെ, ഹിന്ദുവിൻ്റെയോ മുസ്ലിമിൻ്റെ എന്നുള്ളത് വ്യത്യാസമില്ല, അതൊരു കാരണവശാലും നഷ്ടപ്പെടാൻ പാടില്ല. അത്തരത്തിൽ മാതൃകാപരമായ ഒരു നടപടി എടുക്കാൻ കൂടി അദ്ദേഹം ചുമതലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ സതീശൻ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം, പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികളെ, ഒരു പ്രബുദ്ധരായ കേരളീയത്തിലെ വോട്ടർമാർ അത്ര മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ അടിയന്തരമായിട്ട് പിണറായി വിജയനെ മാറ്റിക്കിട്ടുന്നുള്ള ടാർഗറ്റിലാണ് ഇവർ വോട്ട് ചെയ്തിരിക്കുന്നത്. അത് ഇവരുടെ മാഹാത്മ്യം കണ്ടുകൊണ്ടോ പ്രതിപക്ഷത്തിൻ്റെയോ BJPയുടെ മാഹാത്മ്യം കണ്ടുകൊണ്ടോ മാത്രമല്ല വോട്ട് ചെയ്തത്. ഇദ്ദേഹത്തെ മാറ്റി അവിടെ വേറെ തൽക്കാലത്തേക്കെങ്കിലും ഒരാളെ കൊണ്ടുവരണം എന്നുള്ളതുണ്ട്. ഇവിടെ കള്ളക്കളി കാണിച്ചാൽ കള്ളക്കളി കാണിക്കൂല്ലെന്നുള്ള എൻ്റെ സംശയം. പല രീതിയിലും
മൂന്ന് കക്ഷികളും സൈലൻ്റാണ്. BJP സൈലൻ്റാണ്, CPM സൈലൻ്റാണ്, കോൺഗ്രസ് പ്രതീക്ഷിച്ച രീതിയിൽ തെരഞ്ഞെടുപ്പിന് ശേഷം സജീവമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശബരിമല ഞങ്ങൾ കണ്ടെത്തും, ഇതിനു വേണ്ടിയുള്ള അന്വേഷണത്തിൻ്റെ ഭാഗം എന്താണ്, ഉദ്യോഗസ്ഥന്മാരെ ആരെയൊക്കെ നിയമിക്കാൻ പറ്റും, ഇവരെ മാറ്റണോ, ഈ SIT മാറ്റണോ വേണ്ടയോ, മറ്റതൊക്കെ അടിയന്തരമായി ചെയ്യുന്നുണ്ട്. ഈ SITയെ കൊണ്ട് എന്തുമാത്രം മുമ്പോട്ട് പോകാൻ പറ്റും? അപ്പോൾ ഇവർക്ക് നാളെ വീഴ്ച പറ്റിയാൽ, ശബരിമല കേസിൽ വീഴ്ച പറ്റിയാൽ, ഇങ്ങനെ പല പ്രാവശ്യം വീഴ്ച പറ്റുമ്പോഴാണ് ഇപ്പം നമ്മൾ ആദ്യം പരിഹസിക്കുകയും ഇപ്പോൾ അടിച്ചൊതുക്കാനും നോക്കുന്ന CJP പോലുള്ള പാർട്ടികൾ രംഗത്തേക്ക് വരുന്നത്. ആരിലും വിശ്വാസം, രാഷ്ട്രീയ കക്ഷികളിൽ ആരിലും വിശ്വാസമില്ലാത്ത ഘട്ടത്തിലേക്ക് മാറിക്കഴിയുമ്പോൾ ജനങ്ങൾ തന്നെത്താൻ സംഘടിക്കും. അല്ല സാർ, ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ചിടത്തോളം SITയുടെ രൂപീകരണവും SITയുടെ ആദ്യഘട്ടത്തിലുള്ള അന്വേഷണമൊക്കെ സ്തുത്യർഹം തന്നെയായിരുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിലൊന്നും ഒരു കാരണവശാലും നമുക്ക് യാതൊരു തരത്തിലും ഒരു പഴുത് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പിന്നെ ഈ നമ്മുടെ വാസുവിനെയും പത്മകുമാറിനെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് SITയുടെ അന്വേഷണ രീതികൾ കടകംപള്ളിയുടെയും വാസുവിന്റെ വാദത്തിലെത്തിയപ്പോൾ പോയി. അതായത് ഈ പത്മകുമാറിലേക്ക് അറസ്റ്റ് വരിക, വാസുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തതോടുകൂടി പിന്നെ അതിന് മുകളിലേക്ക് എവിടെ ചെല്ലും? CPMന്റെ പിന്നെ മുകളിലുള്ള നേതൃത്വം എന്ന് പറഞ്ഞാൽ 2018 ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ്. കടകംപള്ളി സുരേന്ദ്രനിലും ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ ഒരു പലയിടങ്ങളിലും വെച്ച് അവർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. പോറ്റിയുടെ വീട്ടിലെ ഏതാണ്ട് നിത്യസന്ദർശനെ പോലെ ആയിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ എന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളം അവർ തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു എന്നുള്ള ചില ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ തീർച്ചയായും അത് CPMലേക്ക് അന്വേഷണം ചെല്ലും എന്നൊരു ഘട്ടമായി കഴിഞ്ഞപ്പോൾ SIT അന്വേഷണം മന്ദീഭവിക്കുന്നത് കണ്ടു. മാത്രമല്ല SIT ഈ കേസിൽ കുറ്റക്കാരെന്ന് കണ്ട് അറസ്റ്റ് ചെയ്ത ആളുകൾക്കെതിരെ 90 ദിവസം കഴിയുമ്പോൾ പോലും ഭാഗികമായൊരു കുറ്റപത്രം പോലും സമർപ്പിക്കാതെ പ്രതികൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരവസരം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അന്ന് പറഞ്ഞു കേട്ട ന്യായീകരണം കൃത്യമായ സമ്പൂർണമായ ഒരു കുറ്റപത്രം സമർപ്പിച്ച് പ്രതികൾ ഒരു കാലത്തും രക്ഷപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയുള്ളൊരു സമയമാണ് എടുക്കുന്നത് എന്നാണ് പറഞ്ഞത്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ വില കുറച്ച് കാണിക്കുകയോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന അന്വേഷണത്തെ ഇകഴ്ത്തി പറയുകയോ അല്ല ചെയ്യുന്നത്. പക്ഷേ കേരളത്തിലെ അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം SITയുടെ അന്വേഷണം അതൃപ്തികരമായി തന്നെയാണ് അവർ അഭിപ്രായഗതികൾ മുന്നോട്ട് വരുന്നത്. ഇവിടെയാണ് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്നു. മുഖ്യമന്ത്രി VD സതീശനും ശബരിമലയുടെ വലിയ ആരാധകനും അയ്യപ്പ വിശ്വാസിയായ സാഹചര്യത്തിൽ പുതിയ ഒരു ടീം രൂപീകരിച്ച് ശബരിമലയിൽ നിന്ന് കാണാതായ സ്വർണ്ണ ഉരുപ്പടികൾ കണ്ടെത്തി ഭഗവാന്റെ തിരുവാഭരണ ശേഷിപ്പിലേക്ക് അത് മുതൽ കൂട്ടാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ VD സതീശൻ എന്ന് പറയുന്ന മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾക്ക് ജനം വില കൽപ്പിക്കാത്ത അവസ്ഥയിലേക്ക് പോകും. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.